ധന്യരാമൻ ആക്ടിവിസ്റ്റ് കൂടി ചേരുന്നുണ്ട്. ധന്യ, ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ മധുവിന്റെ രൂപമാണ് മനസ്സിലേക്ക് വരുന്നത്. ഇത് വീണ്ടും വീണ്ടും നമ്മൾ സാക്ഷര കേരളം എന്ന് വിളിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത് വീണ്ടും നടക്കുന്നു എന്നുള്ളത് എത്രത്തോളം ലജ്ജാകരമാണ്? ഇവിടുത്തെ കേരള പോലീസ് വിചാരിച്ചാൽ ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ കൃത്യമായിട്ട് തടയാവുന്നതേ ഉള്ളൂ. ഒരു 10 കേസ് നമുക്കൊന്ന് ശിക്ഷിച്ച് കാണിച്ചു തന്നാൽ മതി കോടതിയിലെത്തുന്ന. ഒരു വർഷം 1000-നും 1600-നും ഇടയിൽ കേസുകൾ SC കമ്മീഷനിൽ മാത്രം എത്തുന്നുണ്ട്. ഒരു 10 കേസിലധികം ശിക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ 2012 തൊട്ട് കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ പൊതുബോധം, ഈ മനുഷ്യർക്ക് ഒരു പൊതുബോധമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത് ഒരു FIR ഇട്ടിട്ട് അതിൽ തീരുന്നതാണെന്ന്. ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെ കണ്ട് മടുത്തു. എത്ര തണ്ണിസാറ് പറഞ്ഞതാണ് ശരി. എത്ര സമ്മർദ്ദം ഉണ്ടായാലാണെന്ന് അറിയാം ഒരു കേസ് വരെ എടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പിന്തുണ. ഇത് ഇത്രയും സമയമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ കേസ് പരാതിപ്പെട്ടിട്ടും പോലീസ് അത് മൈൻഡ് ചെയ്തില്ല എന്നാ പറയുന്നത്. അങ്ങനെയാണ്. ആ DGP ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ പോയിട്ട് ഇവിടുത്തെ കേരളത്തിലെ മനുഷ്യര് പോയി ഒന്ന് കൂവിയെങ്കിലും ഒന്ന് ഒച്ച വെക്കണം. കാരണം അദ്ദേഹത്തെ ഒന്ന് ഉണർത്താനാണ്. ആരാണ് DGP എന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത്രയും പോലീസുകാർ തന്നെ ഇവിടെ കുത്തേറ്റ് മരിക്കുന്നു, പോലീസുകാർക്ക് എത്ര കുത്തേൽക്കുന്നു, എന്നിട്ട് പോലും ഒരു വായനക്കാത്ത DGP എടുത്തുനിന്ന് നമ്മുടെ നാട്ടിലെ പൗരർക്ക് അദ്ദേഹം ഒരു പിന്തുണ കൊടുക്കണം. ഇത് പ്രതിയെ അറസ്റ്റ് ചെയ്യും, നിങ്ങൾ ഭയക്കണ്ട, അങ്ങനെ ഒരു വർത്തമാനം പോലും നമ്മൾ കേൾക്കാതെ എത്ര വർഷമായി? 2 വർഷമായി. വായടച്ച് അവിടെ ഇരിക്കുകയാണ്. ഇവരെയൊക്കെ ഉണർത്താൻ തന്നെ വേറെ എന്തെങ്കിലും സംവിധാനം ഇവിടെ വേണ്ടി വരും. ഇവരൊക്കെ അവനവന്റെ വീട്ടിലെ കാര്യം നോക്കിയിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ആഭ്യന്തര വകുപ്പ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് വളരെ മോശമാണ്. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് തന്നെ അവർക്ക് അവരെ വിലയിരുത്താൻ സാധിക്കുമല്ലോ. പോലീസുകാരെ തന്നെ കുത്തേറ്റ് മരിച്ച കേരളത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എത്ര പോലീസുകാർക്ക് കുത്തേറ്റു? അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നെയാണ് ഇനി അവരിനി പെട്ടെന്ന് ഈ ഉള്ള പോലീസുകാരിൽ കുറച്ചുപേര് സവർണബോധം ഉള്ളവരായിരിക്കും. അവര് ഞങ്ങളെ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ സമ്മർദ്ദം ഇല്ലാതെ ഒന്നും അവർ ഒരു കേസ്, ഒരു FIR പോലും എടുത്തില്ല. ഞങ്ങളൊന്നും വിശ്വാസത്തിൽ എടുക്കത്ത് പോലും ഇല്ല. അതല്ല ഇത്രയും സമയമായിട്ട് ഒരു കേസ് രജിസ്റ്റർ പോലും. ഇതൊരു മനുഷ്യനെ കെട്ടിയിടുക എന്ന് പറഞ്ഞാല് ഇപ്പൊ അട്ടപ്പാടി മധുവിന്റെ കൊന്ന സ്ഥലമാണ്. അപ്പൊ അതുപോലും മനുഷ്യർ മറന്നുപോകും. അതാണ് അതിലെ പ്രശ്നം. ഇവർ ആരോപിക്കുന്ന ഈ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ഉണ്ടെങ്കിലും ഒരു മനുഷ്യനെ കെട്ടിയിട്ട് തല്ലുക എന്ന് പറയുന്നത് അത് ആദിവാസി ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്നാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാകുന്നത്. ധന്യ സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇടപെട്ടത്. നന്ദി പ്രതികരിച്ചതിന്.